ഈ എസ് എഫ് ഐ എന്ന് പറയുന്നൊരു സംഘടനയാണല്ലോ ഇപ്പോൾ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ഭരണം, സ്റ്റുഡൻസ് യൂണിയൻ്റെ ഭരണം നയിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു DNA തന്നെ പറയുന്നത് ദേശവിരുദ്ധതയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഇൻഫിദാദ എന്ന് പറയുന്ന ഒരു നാമകരണം അവർ കൊടുത്തതിൽ യാതൊരുവിധ ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ദിസ് ഈസ് വാട്ട് ഐ എം എക്സ്പെക്ടിങ് ഫ്രം ആൻ ഓർഗനൈസേഷൻ കോൾഡ് സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഇതിൻ്റെ മീനിങ്ങിനെ പറ്റിയും ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. അതിലോട്ട് ഞാൻ വീണ്ടും പോകുന്നില്ല. ബട്ട് ഇതിലൊരു പുതിയൊരു നരേറ്റീവ് അല്ല, ഇതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു യഥാർത്ഥ കാര്യം ഈ പദം എവിടെയാണ്? ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ മാത്രമല്ല ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ കാശ്മീർ വിഘടനവാദികൾ ഈ പദം നിരന്തരമായിട്ട് യൂസ് ചെയ്തിരുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതായത് ഞാനിപ്പോൾ സൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റെഫറൻസ് ആയിട്ടാണ് വന്നത്. അതായത് ഒരു ഹഫീസ് ആർ ഖാൻ എന്ന് പറയുന്ന ഒരു ഓഥർ കശ്മീർ ഇന്തിഫാദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഹൊറിസോൺ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 1990 പബ്ലിഷ് ആയതാണ്. ജെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വയർ എന്ന് പറയുന്ന മാഗസിൻ 2016 ഓഗസ്റ്റ് 23 ദ റൈസ് ഓഫ് കശ്മീരീസ് സെക്കൻഡ് ഇന്തിഫാദ എന്ന് പറയുന്ന ലേഖനം എഴുതിയിട്ടുണ്ട്. കശ്മീർ ഇന്തിഫാദ എ മെമ്മോയർ എന്ന് പറഞ്ഞ് AM വതാലി എന്ന് പറയുന്നൊരു ഓഥർ ഇതിനെപ്പറ്റിയൊരു പുസ്തകവും രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഒരു സെപ്പറേറ്റിവിസം, ഒരു വിഘടനവാദികൾ, തീവ്രവാദികൾ നിരന്തരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നൊരു വാക്കാണ് ഈ ഇന്തിഫാദ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നാം കുറച്ച് കാലം പുറകോട്ട് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ സംഘടനകൾ നിരോധിച്ച സമയത്ത് അവർ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ക്യാമ്പയിനിങ് നടത്തിയിരുന്നു. അത് സൈലൻ്റ് ആണോ, ഒരു വാസ്റ്റ് ഓഡിയൻസിനെ ലക്ഷ്യം ചെയ്തിട്ടാണോ എന്ന് നമുക്ക് വീണ്ടും പരിശോധിക്കാം. അവരുടെ DP, അതായത് അവരുടെ CFIയും PFIയും എല്ലാം മാറ്റിയിട്ട് ഇന്തിഫാദ എന്ന് പറയുന്നൊരു ലോഗോ വെച്ചിട്ടായിരുന്നു അവരുടെ പ്രതിഷേധം. എനിക്ക് ഇതിൽ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് ഞാനൊരു ഈ വിഷയത്തെ കാണുന്നത്. അതായത് മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ കൊന്ന ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന യൂസ് ചെയ്ത എംബ്ലം എങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ SFI നയിക്കുന്ന യൂണിയൻ നടത്തുന്ന കലോത്സവത്തിൽ അവരുടെ ഒരു ലോഗോ ആയി മാറി. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ SFIക്കാരെ നമ്മൾ സഖാക്കൾ എന്നല്ല വിളിക്കേണ്ടത്, സുഡാപ്പികളെന്ന കറക്റ്റാണ്. അവരുടെ പേര് ഇപ്പം ആപ്റ്റായി വരികയാണ്. അപ്പോൾ ഈ നിരന്തരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് അവരൊരു ആൻറ്റി നാഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡാണ്. ഈ ഒരു ഇഷ്യൂ വന്ന ഉടനെ തന്നെ, അതായത് 29-ാം തീയതി ABVPയുടെ സംസ്ഥാന സമിതി അംഗം ഒരു റിറ്റ് ഫയൽ ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലർക്കും ഗവർണർക്കും ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ലെറ്ററും സമർപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദും ഗവർണർക്കും അതുപോലെ തന്നെ വൈസ് ചാൻസലർക്കും ഇതിനെക്കുറിച്ച് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈസ് ചാൻസലറിൻ്റെ ഒരു നോട്ട് വരികയാണ്, നോട്ട് ടു രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ട്. അതിനെ ABVP യഥാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അതിലുള്ള വിഷം എന്താണ്, SFI എന്ന് പറയുന്നൊരു സംഘടന എന്താണ് ഇതിലൂടെ ആശയപ്രചരണം നടത്തുന്നത്. അതായത് കമ്മ്യൂണിസവും ഇസ്ലാമിക തീവ്രവാദവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല, ഞങ്ങൾ ഒരേ കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് എന്നത് ക്ലിയർ ആയിട്ട് പറയുകയാണ് ഈ കലോത്സവത്തിൻ്റെ ലോഗോ പ്രകാശനത്തിലൂടെ കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ചെയ്തത്.